വിദ്യാഭ്യാസം വരെ നിന്നെ പോറ്റി വളർത്തിയ നിന്റെ മാതാപിതാക്കൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയെത്തുമ്പോൾ ഇന്നലെ കണ്ട ഏതോ ഒരു അന്യമതസ്ഥനായ പുരുഷനോടൊപ്പം ജീവിതം പങ്കുവെക്കാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് പണമുണ്ടാക്കാമെന്ന അഹങ്കാരത്തോടുകൂടി എന്റെ സഹോദരന്മാരിറങ്ങി പുറപ്പെടുമ്പോൾ അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നറിഞ്ഞുകൊള്ളുക. അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നറിഞ്ഞുകൊള്ളുക. മലബാറിന്റെ ഭാഗത്ത് അപകടകരമായ അവസ്ഥയിലേക്കാണെന്ന് മുസ്ലിം സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. വിശിഷ്യ മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും മണ്ണിൽ മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർ വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാത്തവരും ഉൾപ്പെടെ ഭർത്താക്കന്മാരായ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അങ്ങ് വിദേശ മണ്ണിൽ ചോര നീരാക്കി കഷ്ടപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മൊബൈലിലൂടെ മിസ് കോളിലൂടെ പരിചയപ്പെട്ട കാമുകന് വേണ്ടി നിന്റെ ശരീരം കൊടുക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശക്തമായ താക്കീതാണ് തരുന്നത്. അതുകൊണ്ട് പ്രേമത്തിന്റെ പേരിൽ സ്നേഹത്തിന്റെ പേരിൽ അന്യ സ്ത്രീ പുരുഷന്മാരോട് ബന്ധം പുലർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാനെന്ന് പറഞ്ഞു കൊള്ളട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹു പഠിപ്പിക്കുകയാണ്, ആരാണോ അല്ലാഹുവിന്റെ ഹബീബിനെ എതിര് ചെയ്യുന്നത്, ആരാണോ അല്ലാഹുവിന്റെ റസൂലിനെ എതിര് ചെയ്യുന്നത്, സന്മാർഗമേതെന്നറിഞ്ഞിട്ട് അത് സ്വീകരിക്കാൻ കഴിയാതെ ആരാണോ അല്ലാഹുവിന്റെ ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിര് കൊണ്ട് ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, സത്യവിശ്വാസികൾക്ക് ചേരാത്ത രീതിയിൽ അല്ലാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അസത്യത്തിന്റെ മാർഗം തേടി ആര് പോകുന്നു, അവിശ്വാസത്തിലേക്ക് ആര് പോകുന്നു, അന്യമതങ്ങളിലേക്ക് ആര് പോകുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വനുവല്ലിഹി മാ തവല്ലാ വനുവല്ലിഹി മാ തവല്ലാ, ഞാൻ അവരെ വിട്ടയക്കുന്നതാണ്. അല്ലാഹുവാണ് പറയുന്നത്. ആര് ഒളിച്ചോട്ടം നടത്തുന്നു, അല്ലാഹുവിനെ വേണ്ട എന്ന് പറഞ്ഞ്, റസൂലിനെ വേണ്ട എന്ന് പറഞ്ഞ്, സത്യവിശ്വാസത്തിന്റെ മാർഗം വേണ്ട എന്ന് പറഞ്ഞ്, അല്ലാഹുവിനെ ഭയമില്ലാതെ റസൂലിനെ ഇഷ്ടപ്പെടാതെ ആരാണ് ഒളിച്ചോട്ടം നടത്തുന്നത്, പോക്കിൽ ഞാൻ അവരങ്ങ് വിട്ടയക്കുന്നതാണ്. അല്ലാഹു തആല പറയുന്നു, ഞാൻ അവരങ്ങ് വിട്ടയക്കുന്നതാണ്. അതേ, അവർ ഒളിച്ചോടിക്കൊള്ളട്ടെ, അവര് പാർക്കിൽ പോയി കൊള്ളട്ടെ, അവര് ബീച്ചിൽ പോയി കൊള്ളട്ടെ, അവര് സല്ലപിച്ചു കൊള്ളട്ടെ, ആ വഴിക്ക് ഞാൻ അവരെ വിട്ടയക്കുന്നതാണ്. പക്ഷെ അറിഞ്ഞുകൊള്ളാണ്, അങ്ങനെ ഞാൻ അവരെ വിട്ടയച്ചാലും നാളെ ഒരു നാൾ നരകത്തിലിട്ട് ഞാൻ അവരെ പിടികൂടുന്നതാണ്. ഇന്ന് ഞാൻ വിട്ടയച്ചാലും ഇന്ന് ഞാൻ അവരെ വിട്ടാലും ജഹന്നം, നരകത്തിലിട്ട് ഞാൻ അവരെ പിടികൂടുമെന്ന് ഖുർആൻ. ഈ പ്രേമത്തിന്റെ പേരിൽ ഒളിച്ചോട്ടം നടത്തുന്നു അല്ലെ? ഭർത്താവ് ഉള്ളവരായാലും ഭർത്താവില്ലാത്തവരായാലും ഒളിച്ചോട്ടം നടത്തുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടല്ലോ. അള്ളാഹ് പറഞ്ഞു, പോട്ടെ, പോന്നവരങ്ങ് പൊയ്ക്കോട്ടെ, ഞാനങ്ങ് വിട്ടേക്ക് അവരെ. എന്നിട്ട് അള്ളാഹ് പറയുന്നു, ചെയ്യുന്നതിനെല്ലാം ഞാൻ പകരം കൊടുക്കുന്നതാണ്. എവിടെ വെച്ചെന്നറിയുമോ? ജഹന്നമ, കത്തിയാടുന്ന നരകമുണ്ടല്ലോ, അഗ്നിയുടെ കേദാരമായ നരകമുണ്ടല്ലോ, ശിക്ഷയുടെ ഭവനമായ നരകമുണ്ടല്ലോ, ജഹന്നം, ആ നരകത്തിലിട്ട് ഞാൻ അവനെ പിടികൂടുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അല്ലാഹുവിനെ വേണ്ട എന്ന് വിളിച്ചുകൊണ്ട് ഒളിച്ചോട്ടം നടത്തുന്ന ചെറുപ്പക്കാരാ, ഒളിച്ചോടുന്ന പ്രിയപ്പെട്ട പെങ്ങളെ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് പറയുന്നത്, നരകത്തിലേക്ക് ഞാൻ അവരെ പിടികൂടുന്നതാണ്. ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്താലും, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും, എല്ലാത്തിലും പടച്ചതമ്പുരാൻ പകരം വെച്ചിരിക്കുകയാണ്. കാമുകനോടൊപ്പം കറങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട പെണ്ണേ, കാമുകയും ബൈക്കിന്റെ പിന്നിലിരുത്തിക്കൊണ്ട് റോഡ് തുറ്റുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു പറയുന്നു ജഹന്നം ഞാൻ പകരം വെച്ചിരിക്കുകയാണ്. നരകത്തിലിട്ട് ഞാൻ അവരെ പിടികൂടുന്നതാണ്. ഇന്ന് നിന്റെ ബൈക്കിന്റെ പിറകിലിരിക്കാൻ നിന്റെ കാമുകയുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്ന് ബൈക്കിൽ നിന്ന് കൊണ്ടുപോകാൻ നിന്റെ കാമുകനുണ്ട്. മിസ്കോളിലൂടെയുള്ള ആ പരിചയത്തിന്റെ പേരിൽ നീ മോശമായ ബന്ധത്തിലേക്ക് വരുന്നെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് നീ മൊബൈലില് അതേ ഫേസ്ബുക്ക് ചാറ്റിംഗ് നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് ആ പെണ്ണിന്റേതായ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, അതിനൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവളുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവളെന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ, അവളോടൊപ്പം ശരീരം പങ്കുവെക്കാൻ, അവളോടൊപ്പം എന്റെ ജീവിതത്തിൻ്റെതായ അനർഘ നിമിഷങ്ങളെ സുഖമുള്ളതാക്കാൻ വെമ്പൽ കൊള്ളുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ സൂക്ഷിച്ചോ പൊന്നുമോനെ, അല്ലാഹുവിനെ സൂക്ഷിച്ചോ പൊന്നുമോനെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണെന്നറിയുമോ? അങ്ങനെയെങ്ങാനും ആരെങ്കിലും ഒരു റിക്വസ്റ്റ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാതെ വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ അതേ മിസ് കോളിനോട് പ്രേമത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്, ഫേസ്ബുക്കിലൂടെ അന്യ പെണ്ണ് നിന്ന് ക്ഷണിക്കുകയാണ്. ആ ക്ഷണത്തെ നീ എന്ന് വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹു അവന് തടവ് കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത മഹിഷറയിൽ അന്യ പെണ്ണിന്റെ ക്ഷണത്തെ വലിച്ചെറിയുന്ന ചെറുപ്പക്കാരാ, അന്യ ചെറുപ്പക്കാരന്റെ റിക്വസ്റ്റിനെ വലിച്ചെറിഞ്ഞു കളയുന്ന പെങ്ങള്, നിനക്കല്ലാഹുവിന്റെ അർശിന്റെ തണലെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് പഠിച്ചവനെ സൂക്ഷിച്ച് അല്ലാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറായിക്കോ. എന്ന് കാമുകന്റെ വിളിക്കുത്തരം നൽകുന്ന പെണ്ണുണ്ട്, കാമുകിയുടെ വിളിക്കുത്തരം നൽകുന്ന ചെറുപ്പക്കാരനുണ്ട്. ബൈക്കിന്റെ പിന്നിൽ ഒന്ന് ചേർന്നിരുന്നുകൊണ്ട് പാർക്കിലേക്ക് പോകാൻ, ബീച്ചിലേക്ക് പോകാൻ, കോട്ടക്കൊത്തളങ്ങളിലേക്ക് പോകാൻ എന്റെ ചെറുപ്പക്കാരാ, നീ ഇന്ന് കാതോർത്ത് മനസ്സുകൊണ്ട് കൊതിച്ചുകൊണ്ടിരിക്കുമ്പോ അറിയുമോ പടച്ചവൻ നിനക്ക് പകരം നൽകുന്നതാണ്. നാളെ അല്ലാഹുവിന്റെ മുന്നിലേക്കൊന്ന് ചെന്നാൽ അവിടെ നിന്റെ പിന്നാലെ ഓടിവരാൻ നിന്റെ കാമുകിയില്ല പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അവിടെ നിന്റെ പിന്നിലിരുത്തി കൊണ്ടുപോകാൻ നിന്റെ കാമുകനില്ല പൊന്നുമോളെ. ആരാണ് നിങ്ങളുടെ പിന്നാലെ വരുന്നതെന്നറിയുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, മൻ അദ്ബറ വതവല്ല. നരകമിതാ പിന്നാലെ ഓടി വരികയാണ്. ആരൊക്കെ ഒളിച്ചോട്ടം നടത്തിയോ, ആരൊക്കെ കാമുകന്റെ വിളിക്കുത്തരം നൽകിയോ, ആരൊക്കെ കാമുകയുടെ വിളിക്കുത്തരം നൽകിയോ, തദൂമന്നത് പർവ്വതമല്ല. അതേ നാളെ നിന്നെ വിളിക്കുന്നതാരാണ്, നാളെ നിന്നെ ക്ഷണിക്കുന്നതാരാണ്. അതേ നരകം നിന്നെ വിളിക്കുകയാണ്. കാമുകന്റെ വിളിക്കുത്തരം നൽകിയ പെണ്ണ്, കാമുകയുടെ വിളിക്കുത്തരം നൽകിയ ചെറുപ്പക്കാരാ, വാടാ ഞാനിതാ നിന്നെ വിളിക്കുകയാണ്. നരകമായ എന്നെ നീ എന്ന് പുണരുമോ? നരകമായ എന്നെ നീ എന്ന് കെട്ടിപ്പിടിക്കുമോ? നരകമായ എന്നെ നിന്റെ ശരീരത്തോടൊന്ന് ചേർക്കുമോ? മൻ അദ്ബറ വതവല്ല. നരകമിതാ പിന്നാലെ ഓടി വരികയാ. കഴിയുമോ ചെറുപ്പക്കാരാ ഉത്തരം കൊടുക്കാൻ? കഴിയുമോ ചെറുപ്പക്കാരാ? നിന്റെ ബൈക്കിൽ നിന്റെ കാമുകി ഒരുത്തിയ പോലെ ആ നരകത്തെ നിന്റെ ശരീരത്തോടൊന്ന് ചേർക്കാൻ കഴിയുമോ? എന്റെ പെങ്ങളെ, കാമുകനെ കെട്ടിപ്പിടിച്ചിരുന്ന പോലെ നരകത്തോട് ശരീരം ഒന്ന് ചേർക്കാൻ ഇല്ല, ഇല്ല, കഴിയില്ല, കഴിയില്ല.
വീണ്ടും പടച്ച തമ്പുരാൻ പറയുക.